ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ ഏറ്റുമുട്ടലിൽ സൈന്യം ഒരു ഭീകരനെ കൂടി വധിച്ചു. ഇതോടെ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം 5 ഇതിൻ്റെ വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ്. ജിൽബി, ഈ കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ ഭീകരരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരം? അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ 2 ഇടങ്ങളിലായിട്ടാണ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായത്. 2 കരസേനാംഗങ്ങൾ വീരമൃത്യു വരിക്കുകയും ചെയ്തു. മറ്റ് ഒരു ജവാന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ 5 ഭീകരരെയാണ് ഈ ഏറ്റുമുട്ടലിൽ വധിച്ചിരിക്കുന്നത് എന്നാണ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം ഇനിയും ഒരു 3 ഭീകരർ ഈ ഭാഗത്ത് ഒളിവിൽ കഴിയുന്നതായാണ് വിവരം. അതിനായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. സമീപ ആഴ്ചകളിലെ ഏറ്റവും വലിയൊരു ഭീകര വേട്ടയാണ് ഈ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കരസേനയും CRPF-ഉം ജമ്മു കാശ്മീർ പോലീസുമാണ് സംയുക്തമായിട്ട് ഭീകരരെ നേരിടുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഈ ചിന്നിഗാം മേഖലയിൽ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം 4 ഭീകരരുടെ മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. സംഘത്തിലെ മറ്റ് 2 ഭീകരർ ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന വിവരം. മോദർഗാമിൽ ഒരു വീട്ടിലും 2 ഭീകരർ ഒളിവിൽ കഴിയുന്നുവെന്നാണ് വിവരം. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ കുൽഗാമിലെ ചിന്നിഗാമിലാണ് ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ തുടരുന്നത്, അല്ലെങ്കിൽ സേന ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നത്. ശരി, കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം ഇപ്പോൾ 5 സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു കാശ്മീരിൽ വിവിധ സ്ഥലങ്ങളിൽ. ഇതിൻ്റെ കുൽഗാമിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടിയാണ് ജിൽബി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.